എനിക്ക് രാജമൗലിയുടെ അതാണ് രാജമൗലിയുടെ പടത്തിലാന്ന് പറയണ്ട്. മല്ലികച്ചി മാർച്ച് 27 പടം ഇറങ്ങാണ്. എന്താ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ പടാന്നാ പറയണ എല്ലാരും ടീസർ കണ്ടതിന് ശേഷം. നിങ്ങളത് ഇത് പറയുന്ന കേൾക്കുന്നതാണ് വലിയധികം സന്തോഷം എന്നിട്ട് പറയണം കേട്ടോ. അല്ല എമ്പുരാന്റെ സെറ്റിൽ എന്തെങ്കിലും പോവാനുള്ള അങ്ങനെ ഇല്ല, അതൊക്കെ പുറത്തല്ലായിരുന്നു. എനിക്ക് അങ്ങനെ പറ്റിയിട്ട ഇവിടെ ഓക്കെ പെരുവരുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പൊ എനിക്ക് ചില സിനിമയും സീരിയലൊക്കെ എടുത്തിച്ചാലും കൂട്ടക്കിലായി. അനുഗ്രഹിക്കട്ടെ. എന്റെ പേരക്കുട്ടിക്ക് പാടാന് ഒരു അവസരം കിട്ടി രാജേട്ടനെ പ്രാർത്ഥനയൊക്കെ. സന്തോഷമായിട്ട് തുള്ളിച്ചാടി നടക്കുക. പാടുന്ന സമയത്ത് അറിയണ്ടായിരുന്നില്ല ഇത് എഴുതിയത് രാജേട്ടനാന്ന് അറിയണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. രാജു വിളിച്ചിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ, എന്തായാലും അതൊക്കെ പിന്നീടാ പറഞ്ഞത്. മുഴുവൻ നാളെ കാണാവേ. ആ ചോദ്യത്തെ കേട്ട പാവം ഒന്നും അറിയാൻ വയ്യാത്തവന്റെ സ്നേഹത്തിലൊക്കെയാണ് ചോദ്യം ചോദിച്ചത്. വരും. എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. സന്തോഷമായിട്ട് ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യില്. കേരളത്തിലെ ഒരു പ്രയത്നമാക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് ഇതുവരെ ഉപേക്ഷ കിട്ടില്ല, ഇപ്പോഴും കൂടെ നിൽക്കുന്നത് തന്നെയാണ് വിശ്വാസം. രാജേട്ടന് ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്, ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാവാറുണ്ട്. ലൂസിഫർ അത്രയും ഹിറ്റായ പടാണല്ലോ. പടത്തിന്റെ കാര്യം ടെൻഷൻ ഒന്നും കട്ടയില്ല എനിക്ക്. അപ്പൊ അല്ല ഈ പറഞ്ഞിട്ടോട്ടെ എന്തും നമുക്ക് ഈ കീഴിട്ട് അങ്ങനെയാണല്ലോ, എല്ലാം കൂടി അങ്ങനെ. ഞാൻ പക്ഷേ എങ്കിലും ഒരുപാട് രാജു എക്സ്ട്രീംലി ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്കുണ്ട് പാവം ഇത്ര വലിയൊരു അധ്വാനത്തിന്റെ ഒരു ഹനിപ്രീസരൻ കൊടുക്കട്ടെ എന്ന് അമ്മയെന്നുള്ളതിൽ ഞാൻ പ്രാർത്ഥിക്കും. ഡയറക്ഷൻ പണി കഴിഞ്ഞ് ഇനി അടുത്ത ആക്ടിങ്ങിലേക്കാണ് കിടക്കുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു രാജമൗലിയുടെ. അതാണ് രാജമൗലിയുടെ പടത്തിലാന്ന് പറയുന്നുണ്ട്. പടത്തിനെ കുറിച്ചൊക്കെ പറയാറുണ്ടോ? അതൊക്കെ പറയാം. സംസാരങ്ങളൊക്കെ ഒരുപാടല്ല, അത്യാവശ്യം പറഞ്ഞു നമ്മൾ ചോദിക്കുമല്ലോ അതെങ്ങനെ ഇതെങ്ങനെ ഇതൊക്കെ ചോദിക്കും. അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, വീട്ടില് കുട്ടികളും വൈഫൊക്കെ ഉണ്ട്, അതും കൂടി ഓർക്കണം എന്നല്ല വല്ല. അതിങ്ങനെ സുപ്രിയ കൂടെ പിടിക്കാനെ എന്നിങ്ങനെ ചൊറിയാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഇങ്ങനെ പറയും, സങ്കടം പറയും. പോയാ പിന്നെ 3 മാസത്തേക്ക് കാണാനില്ല ഇതൊക്കെ പറയാറുണ്ട്. എല്ലാ ഭാര്യ പറയാ. ഓക്കെ, രാജേട്ടപ്പൊ കൊച്ചിയിലുണ്ടോ? ഇല്ല, ഇപ്പൊ പടത്തിന്റെ ഏതോ സെൻസറിങ് ഒക്കെ ആയിട്ട് അവിടെ പോയി. പോട്ടെ. ഓക്കെ ശരി.